Hi dear students, welcome back to Sapphire Future Academy Board Booster series. നമ്മൾ കഴിഞ്ഞ ദിവസം pollen grains-ന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ pollen grains-ന്റെ സ്ട്രക്ചറിലാണ് ക്ലാസ് അവസാനിപ്പിച്ചത് അല്ലേ. നമ്മൾ ഏത് സ്ട്രക്ചറാ പറഞ്ഞത്? 2 celled സ്റ്റേജ് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ നമുക്ക് അതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങളും കൂടി ഇനി പറയാനുണ്ട്. അതും കൂടി ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്തു പോവാം. ഇവിടെ നോക്കുക, ഇപ്പൊ നമുക്ക് pollen grains-ൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എങ്ങനെയായിരുന്നു? pollen grains എവിടുന്ന ഫോം ചെയ്യണം? നമ്മുടെ പോളൻ മദർ സെല്ലിൽ നിന്ന്. ആദ്യം എന്ത് ചെയ്തു? മിയോഡി ഡിവിഷൻ നടന്നിട്ട് എന്ത് ഫോം ചെയ്ത്? പോളൻ ടെട്രാഡ് അല്ലെങ്കിൽ മൈക്രോസ്പോർ ടെട്രാഡ് ഫോം ചെയ്തു. അതിലെന്ത് നടന്നു? അതിനൊന്നുകൂടി ഡെവലപ്മെന്റ് നടന്നു. അതിന് ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്തു, മൈക്രോസ്പോറായി. മൈക്രോസ്പോർ ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ്, ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് സൈസ് ഒക്കെ എൻലാർജ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? അതിനെ മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ ഈ പോളൻ ഗ്രെയിൻസിന്റെ സ്ട്രക്ചർ നമ്മൾ 2 celled പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ എന്താണ് അതിൽ ഇനി ബാക്കി വരുന്ന ഫർദർ ഡെവലപ്മെന്റ് ആണ് പറയുന്നത്. അപ്പൊ പോളൻ ഗ്രെയിൻസിന് എന്താ കൊടുക്കുക? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മെയിൽ ഗ്യാമിറ്റോഫൈറ്റ്. 2 layered ആയിട്ടുള്ള വോൾ ഉണ്ട്. ഏതായിരുന്നു? ഔട്ടർ എക്സൈനും ഔട്ടർ എക്സൈൻ ആൻഡ് ഇന്നർ ഇൻഡൈൻ. അപ്പൊ ഇതിൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ, എക്സൈനും ഇൻഡൈനും കണ്ടോ? നിറയെ ലോബൊക്കെ ആയിട്ട് എക്സൈൻ കാണാൻ പറ്റും. അപ്പൊ ഒന്നും കൂടി ചോദിക്കുവാണ്, എക്സൈൻ എന്തുകൊണ്ടാണ് മേഡപ്പ് ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഈസ് മേഡപ്പ് ഓഫ് എന്ത് കൊടുക്കാം നമുക്ക് ഇവിടെ? സ്പോറോപൊളിനിൻ. സ്പോറോപൊളിനിന്റെ പെക്യൂലിയാരിറ്റി ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് ഹൈലി റെസിസ്റ്റന്റ് മെറ്റീരിയൽ ആണ്. ദെൻ ഇൻഡൈൻ ദാറ്റ് ഈസ് മേഡപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പെക്ടോസെല്ലുലോസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കി, ഇതും നമ്മൾ 2 celled സ്റ്റേജ് ആണ്. ലാർജ് സെൽ ആയിരുന്നു വെജിറ്റേറ്റീവ് സെൽ. ദ ലാർജ് സെൽ ദാറ്റ് ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് സെൽ. ന്യൂക്ലിയസ് ഇറഗുലർ ഷേപ്പ് ന്യൂക്ലിയസ് ആണ്. ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ട്, റിസർവ് ഫുഡ് ഉണ്ട്. അപ്പൊ നമ്മുടെ ജനറേറ്റീവ് സെല്ല് ഭയങ്കര ചെറുതാ അല്ലെ. അപ്പൊ ജനറേറ്റീവ് സെല്ല് ശരിക്കും എന്താണ്? നമ്മുടെ വെജിറ്റേറ്റീവ് സെല്ലിന്റെ സൈറ്റോപ്ലാസിൽ ഫ്ലോട്ട് ചെയ്തിട്ടാണ് ആര് നടക്കുന്നത്? ജനറേറ്റീവ് സെല്ല് നടക്കുന്നത്. സ്പിൻഡിൽ ഷേപ്പ് ആണ്, ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞായിരുന്നു, ഇവിടെ എന്താണ് കണ്ടോ? ജേംപോർ. ജേംപോർ എന്തായിരുന്നു? എക്സൈൻ കണ്ടിന്യൂസ് അല്ല. ചില സ്ഥലങ്ങളിൽ എന്തുണ്ടാവില്ല? സ്പോറോപൊളിനിന്റെ ഡെപ്പോസിഷൻ ഉണ്ടാവില്ല. അപ്പൊ ആ സ്ഥലങ്ങളാണ് എന്തായിട്ട് മാറണത്? പോസ് ആയിട്ട് മാറുന്നത്. അപ്പൊ ജേംപോർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ആബ്സെന്റ് ആയിട്ടുള്ള സ്ഥലമാണ്? സ്പോറോപൊളിനിൻ ആബ്സെന്റ് ആയിട്ടുള്ള റീജിയൻ. സ്പോറോപൊളിനിൻ ആബ്സെന്റ് ആയിട്ടുള്ള റീജിയൻസ് ആണ് ജേംപോർ. അപ്പൊ ജേംപോറിന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ എന്താ പറയണ്ടേ? ഇതാണ്, ദീക്കോടെയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്ത് വരേണ്ടത്. അപ്പൊ നമുക്കിവിടെ എക്സൈൻ ഇൻഡൈന്റെ ഫംഗ്ഷൻ പറഞ്ഞു. എന്തായിരുന്നു എക്സൈൻ ഇൻഡൈൻ ഫംഗ്ഷൻ? പ്രൊട്ടക്ഷൻ ആണ്. ദെൻ ജേംപോറിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് മെയിൻലി ഹെൽപ്പ് ഫോർ ദി എൻട്രി. ഇപ്പൊ നമ്മുടെ ഈ ഇൻഡൈൻ എന്തായിട്ട് മാറും? ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻ ടു പോളൻ ട്യൂബ്. പോളൻ ട്യൂബ് ആരെ ക്യാരി ചെയ്യുന്നത്? ഗ്യാമേറ്റ്സിനെ ക്യാരി ചെയ്യും. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ശ്രദ്ധിക്കുക, വെജിറ്റേറ്റീവ് സെൽസിന് എന്താണ്? റിസർവ് ഫുഡ് ഉണ്ടെന്ന് മാത്രമൊന്നുമല്ല, വെജിറ്റേറ്റീവ് സെൽ എന്ത് ചെയ്യും? വെജിറ്റേറ്റീവ് സെല്ലിന്റെ ന്യൂക്ലിയസ് ആണ് എന്തിനെ കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ ഈ പോളൻ ട്യൂബിന്റെ ജെർമിനേഷനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ വെജിറ്റേറ്റീവ് സെല്ലിന്റെ ന്യൂക്ലിയസ്. അപ്പൊ എത്ര കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞത്. അപ്പൊ ഇത് നമ്മൾ എന്താണ്? പോളൻ ഗ്രെയിൻസിന്റെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് പറഞ്ഞു. ഇനി നോക്കിക്കേ, നമുക്കിപ്പോ 2 celled സ്റ്റേജ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ നമുക്ക് പോളൻ ഗ്രെയിൻസിന്റെ 2 celled സ്റ്റേജ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് രണ്ടും ചോദിക്കാറുണ്ട്, 2 celled പറയും, 3 celled പറയും. അപ്പൊ എന്താ ഈ 3 celled എന്ന് പറഞ്ഞാല്? ഇപ്പൊ നമുക്ക് നമ്മുടെ ഈ ജനറേറ്റീവ് സെൽ എന്ത് ചെയ്തു? ഒന്നും കൂടി ഒന്ന് ഡിവൈഡ് ചെയ്യും. ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് ഫോം ചെയ്യും? 2 മെയിൽ ഗ്യാമേറ്റ്സ് ഫോം ചെയ്യും. മെയിൽ ഗ്യാമേറ്റ് ഫോം ചെയ്യും. മെയിൽ ഗ്യാമേറ്റ്. എത്ര മെയിൽ ഗ്യാമേറ്റ്സ് ആണ്? ഒരു ജനറേറ്റീവ് സെല്ലിൽ നിന്ന് 2 മെയിൽ ഗ്യാമേറ്റ്സ് ഫോം ചെയ്തു. അതായത് നമ്മുടെ ഈ ഇവിടെ എന്ത് വന്നു? 2 സെല്ല് വന്നു അല്ലെ. അപ്പൊ ഇതെന്തായി? ഇപ്പോ ഇത് ഒരു സെല്ലായി, ഇത് സെക്കൻഡ് വന്നു, ഇവിടെ 3 ആയി. അപ്പൊ ഇത് ഏത് സെല്ലായി? ഇപ്പൊ നമ്മൾക്ക് ഇപ്പോ പോളൻ ഗ്രെയിൻസ് ഏത് സ്റ്റേജ് എന്ന് പറയാം? ഇപ്പോ പോളൻ ഗ്രെയിൻസ് 2 സെല്ലിൽ നിന്ന് മാറി എവിടേക്ക് പോയി? 3 celled സ്റ്റേജിലേക്ക് മാറി. പോളൻ ഗ്രെയിൻസ് 2 celled സ്റ്റേജിൽ നിന്ന് മാറി 3 cell. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ രണ്ടും ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഇൻ 2 cell ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ പോളൻ ഗ്രെയിൻസ് ഇൻ ദ 3 celled സ്റ്റേജ്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിൽ ഒരു 60% ഓഫ് പ്ലാന്റ്സിൽ പോളിനേഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം?
ഗ്യാമീറ്റ്സിന്റെ ട്രാൻസ്ഫർ അല്ലെ, പോളിനേഷൻ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫർ. അപ്പൊ ഈ പോളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫർ നടക്കുന്നത് ഏത് സ്റ്റേജിലാണ്? 2 സെൽഡ് സ്റ്റേജിലാണ് നടക്കുന്നത്. അതേസമയം ബാക്കി റിമെയിൻസ് വരുന്ന 40% ഓഫ് പ്ലാന്റ്സിലും പോളൻ ഗ്രെയിൻസ് ഏത് സ്റ്റേജിലാണ്? 3 സെൽഡ് സ്റ്റേജ് ആയതിനു ശേഷമാണ് പോളിനേഷൻ നടക്കുക. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എന്താ പറയാ? പോളിനേഷൻ ദാറ്റ് ഈസ് കോമൺലി ടേക്സ് പ്ലേസ് അറ്റ് 2 to 3 സെൽഡ് എന്നാ കൊടുക്കുക. 2 to 3 സെൽഡ് 2 സെൽഡ് സ്റ്റേജിലും വരാം, 3 സെൽഡ് സ്റ്റേജിലും വരാം. അപ്പൊ ഒന്നുകൂടി നോക്കിക്കേ, ഹൗ ക്യാൻ യു ഡിഫറൻഷിയേറ്റ് പോളൻ ഗ്രെയിൻസ് ഇൻ 2 സെൽഡ് ആൻഡ് 3 സെൽഡ്? 2 സെൽഡ് ആവുമ്പോൾ എന്താ പ്രത്യേകത? വാട്ട് ആർ ദ 2 സെൽഡ് എന്ന് പറഞ്ഞാൽ എന്താ കൊടുക്കേണ്ടത്? One is vegetative cell, one is vegetative cell and another one that is a generative cell. One is vegetative cell and another one that is generative cell. ഇതാണ് നമ്മുടെ എന്ത്? 2 cell stage. Then how can you differentiate it from pollen grains at 3 celled? അങ്ങനെ കൊടുക്കാം. നമുക്ക് 3 celled ആയി കഴിയുമ്പോൾ എന്താ പ്രത്യേകത? ഇവിടെ നമുക്ക് 3 സെല്ലുകൾ വരും. വെജിറ്റേറ്റീവ് സെൽ is already there. This is called vegetative cell. Then next എന്ത് ചെയ്യും? ആർക്കാണ് ഇവിടെ ചേഞ്ച് വരുന്നത്? വെജിറ്റേറ്റീവ് സെല്ലിന് ചേഞ്ച് ഒന്നുമില്ല. Then generative cell that is divided into 2 male gametes. ഇത് എത്ര സ്റ്റേജ് ആയി? 2 male gametes വന്നു കഴിയുമ്പോൾ നമുക്ക് 3 സെൽഡ് സ്റ്റേജ്. അപ്പൊ 2 സെല്ല് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കണം? വോൾ എന്തായാലും കൊടുക്കണം, എക്സൈൻ ആൻഡ് ഇൻഡൈൻ കൊടുക്കണം. ദെൻ 2 സെൽഡ് ആണെങ്കിൽ ഇവിടെ നിർത്തുക, 3 സെൽഡ് ആണെങ്കിൽ നമുക്ക് 2 male gametes എന്ന് പറയും. അപ്പൊ നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഇപ്പൊ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത് ഇത് ആദ്യം 2 സെൽഡ് ആണ്, പിന്നെ നമുക്ക് എന്ത് ചെയ്യും? ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 male gametes. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഇൻഡൈനിലേക്ക് എന്താ ചെയ്യുക? ഈ 2 male gametes എൻറ്റർ ചെയ്യും. എന്നിട്ടാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷന് മുന്നേ നടക്കുന്ന ഇവന്റ്സിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ എന്താ 3 സെൽഡും 2 സെൽഡും ആയിട്ടുള്ള സ്റ്റേജസ് വരുന്നത്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ്, ഇപ്പൊ പോളൻ ഗ്രെയിൻസിന്റെ ഷേപ്പ് കണ്ടോ? ഇതിലൊക്കെ ഡിഫറെന്റ് ഷേപ്പ് ആവുന്നത് എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ദി മോഡിഫിക്കേഷൻ ഓഫ് എക്സൈൻ ആണ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഈ പോളൻ ഗ്രെയിൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ടേംസും കൂടിയും പഠിക്കാനുണ്ട്. അതായത് ഫസ്റ്റ് ടേം ആണ് പോളൻ വയബിലിറ്റി എന്ന് പറയും. പോളൻ വയബിലിറ്റി. പോളൻ വയബിലിറ്റി. പോളൻ വയബിലിറ്റി. അപ്പൊ പോളൻ വയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഈ പോളൻ ഗ്രെയിൻസ് ഡിസ്പോളിനേഷൻ കഴിഞ്ഞ് ചില പ്ലാന്റ്സിൽ എന്താന്ന് വെച്ചാൽ പോളിനേഷൻ കഴിഞ്ഞ് അപ്പൊ തന്നെ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും? ജെർമിനേറ്റ് ചെയ്യും. എന്താ പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ റൂട്ടിൽ ഒന്നും വരുന്നതല്ല. പോളൻ ഗ്രെയിൻസിന്റെ ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ എക്സൈൻ അവിടെ ഓൾറെഡി നിൽക്കും. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യുവാണ്? നമ്മുടെ ഇൻഡൈൻ നേരെ എന്തായിട്ട് വരുവാണ്? ഇപ്പൊ എക്സൈൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇൻഡൈൻ നേരെ എന്ത് ചെയ്യുവാണ്? എന്തായിട്ട് വരും? അത് ദാറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ഇൻ ടു പോളൻ ട്യൂബ്. പോളൻ ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? പോളൻ ജെർമിനേഷൻ എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് പോളൻ വയബിലിറ്റി എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് എന്താണ്? വയബിൾ ആയിട്ട് നിൽക്കുക, അതിന് ജെർമിനേഷനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളൻ വയബിലിറ്റി. അപ്പൊ പോളൻ വയബിലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് പോളൻ ഗ്രെയിൻസ് ടു ജെർമിനേറ്റ്. എബിലിറ്റി of pollen grains to germinate അല്ലെങ്കിൽ remain viable. വയബിൾ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? പോളൻ ഗ്രെയിൻസിന് എന്തിനുള്ള കപ്പാസിറ്റിയാണ്? ജെർമിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി. ability of pollen grains to remain as viable. വയബിൾ ആയിട്ട് നിൽക്കാനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ പോളൻ വയബിലിറ്റി എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇതാണ് പോളിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില പ്ലാന്റ്സിൽ എന്താന്ന് വെച്ചാൽ ഒരു 30 മിനിറ്റ്സ് വരെയാണ് പോളൻ ഗ്രെയിൻസ് വയബിൾ ആയിട്ടിരിക്കുള്ളൂ. അതേസമയം ചില പ്ലാന്റ്സിൽ എന്താണ് സെവറൽ മന്ത്സ് പോളൻ ഗ്രെയിൻസ് മെച്യൂർ ആയി കഴിഞ്ഞാൽ സെവറൽ മന്ത്സ് ഒക്കെ എന്ത് ചെയ്യും? ഇത് വയബിൾ ആയിട്ട് നിൽക്കും. അപ്പൊ നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പൊ റൈസ്, വീറ്റ് അങ്ങനെയുള്ള ഫോമിലൊക്കെ എന്താണ് ഈ പോളൻ ഗ്രെയിൻസിന്റെ വയബിലിറ്റി എത്രയാണ്? 30 മിനിറ്റ്സ് ആണ്. പോളൻ ഗ്രെയിൻസ് മെച്യൂർ ചെയ്ത് അത് ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ
30 മിനിറ്റ്സിനുള്ളിൽ എന്താണ് അത് 30 മിനിറ്റ്സിനുള്ളിൽ പോളൻ ട്യൂബൊക്കെ ജെർമിനേറ്റ് ചെയ്ത് മെയിൽ ഗ്യാമീറ്റ്സിനെയൊക്കെ ക്യാരി ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടത്തും. 30 മിനിറ്റ്സ് കഴിഞ്ഞാൽ എന്താണ് ഇവർ പിന്നെ വയബിൾ അല്ല, അതായത് അതിന് ജെർമിനേഷനുള്ള കപ്പാസിറ്റി ഇല്ല, അത് നേരെ എന്ത് ചെയ്യും, ഡിസ്ട്രോയ് ചെയ്ത് പോകും. അപ്പൊ അതാണ് നമ്മൾ റൈസ് വീറ്റൊക്കെ. അതേസമയം നമുക്കിപ്പോൾ ചില ഫാമിലികളുണ്ട്. ഇപ്പൊ നമ്മൾ റോസേസിയ എന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ട്, റോസേസിയ. അതുപോലെ നിങ്ങൾ +1 പഠിച്ച 2 ഫാമിലീസ് ഉണ്ട്. നമ്മുടെ ഫാബേസിയ എന്ന് പറയും, അതിൻ്റെ ഒരു ഫാമിലി തന്നെയാണ് ലെഗുമിനോസെ എന്ന് പറയും. അതുപോലെ തന്നെ +1 പഠിച്ച അടുത്ത ഫാമിലിയാണ് നമ്മളെ സോളനേസിയ. ഈ 3 ഫാമിലിയിൽ വരുന്ന പ്ലാന്റ്സിന്റെ പോളൻ ഗ്രെയിൻസ് എന്താണ്, ഒരു സെവറൽ മന്ത്സ് 1 or 2 അല്ലെങ്കിൽ അതിന് മുകളിൽ മന്ത്സിൽ എന്ത് ചെയ്യും, ഇവർ വയബിൾ ആയിട്ടിരിക്കും. എബിലിറ്റി ടു റിമെയിൻ വയബിൾ. അപ്പൊ എത്ര പീരീഡ്, അല്ലെങ്കിൽ പീരീഡ് പോളൻ വയബിലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു വയബിൾ എന്ന് പറയാം, അല്ലെങ്കിൽ പീരീഡ് അറ്റ് വിച്ച് പോളൻ ഗ്രെയിൻസ് റിമെയിൻ വയബിൾ എന്ന് പറയും. പീരീഡ് അറ്റ് വിച്ച് പോളൻ ഗ്രെയിൻസ് റിമെയിൻ വയബിൾ. അതിനെ നമുക്ക് എത്ര സമയം വരെ പോളൻ ഗ്രെയിൻസ് എന്തായിട്ട് നിൽക്കും, വയബിൾ ആയിട്ട് നിൽക്കും. അതിനെയാണ് നമ്മൾ പോളൻ വയബിൾ. പീരീഡ് അറ്റ് വിച്ച് എന്ന് കൊടുക്കാം നമുക്ക്. പീരീഡ് അറ്റ് വിച്ച് പോളൻ ഗ്രെയിൻസ് റിമെയിൻ വയബിൾ. അല്ലെങ്കിൽ എന്ത് കൊടുക്കാം, എബിലിറ്റി ടു ജെർമിനേറ്റ്. അത് നമ്മൾ എന്താ പറയുന്നത്, അതിനെ പോളൻ വയബിലിറ്റി എന്ന് പറയും. അപ്പൊ നമുക്കിതിനെ 30 മിനിറ്റ്സ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം 30 മിനിറ്റ്സ് വയബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. വിത്തിൻ 30 മിനിറ്റ്സ്. അത് കഴിഞ്ഞ് എന്താണ് ഇവര് ഇനാക്റ്റീവ് ആയിട്ട് വരും. അതാണ് നമ്മൾ റൈസ് വീറ്റ് ഒക്കെ വരുന്നത്. അതേസമയം സെവറൽ മന്ത്സ് വരുന്നതാണ് നമ്മുടെ റോസേസിയ, ലെഗുമിനോസിയ, സൊളനേസിയയിലാണ് നമ്മൾ ഈ പൊട്ടറ്റോ, ബ്രിഞ്ചാൾ അതൊക്കെ വരുന്ന ഗ്രൂപ്പ്, പൊട്ടറ്റോ ഫാമിലിയാണ്. അതുപോലെ ലെഗുമിനോസിയൻസ് നമ്മുടെ പീ പ്ലാന്റ്സ് ഒക്കെ വരുന്ന ഫാമിലി. അപ്പൊ ഇവർക്കൊക്കെ എന്താണ്, എത്ര മന്ത് വേണമെങ്കിലും പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും, വയബിൾ ആയിട്ട് നിൽക്കും. അതാണ് നമ്മൾ പോളൻ വയബിലിറ്റി എന്ന് പറയുന്ന ഒരു ടേം. പിന്നെ നമുക്ക് നെക്സ്റ്റ് എന്താണ്, അടുത്തൊരു ടേം ആണ് നമുക്ക് ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത്. പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും, ചിലപ്പോ അലർജി കോസ് ചെയ്യും. എന്ത് ചെയ്യും അലർജി എന്ന് പറഞ്ഞാൽ, പോളൻ ഗ്രെയിൻസിന്റെ അലർജി, ഇനി പറയുന്ന പേരാണ് പോളൻ അലർജി. ഇപ്പൊ അലർജി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് എല്ലാവരും എന്താണ് ചില സബ്സ്റ്റൻസിനോട് റെസ്പോണ്ട്. ഇപ്പൊ നമ്മുടെ ഡസ്റ്റ് പാർട്ടിക്കിൾ, ഇപ്പൊ നമുക്ക് നമ്മുടെ ഫേസിലേക്ക് പെട്ടെന്ന് ഡസ്റ്റ് പാർട്ടിക്കിൾസ് വന്നു, നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ കഫ് സ്നീസിങ് ഒക്കെ വരും അല്ലെ. അത് നമുക്ക് എന്താണ്, ഒരു അലർജിക് റെസ്പോൺസ് ആണ്, നമ്മുടെ ഡിഫൻസ് മെക്കാനിസം ആണ് നമുക്ക് എന്ത് പറയുന്നത്, അലർജി എന്ന് പറയുമ്പോൾ ശരിക്കും ഇതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. ഇനി ചില ആൾക്കാർക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓവർ അലർജി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാഗ്രേറ്റ് റെസ്പോൺസ് എന്ന് പറയും. എക്സാഗ്രേറ്റ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയും. ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നാ പറയും, അല്ലെങ്കിൽ എക്സാഗ്രേറ്റ് റെസ്പോൺസിനെയാണ് നമ്മൾ അലർജി എന്ന് പറയും. ഇപ്പൊ നമുക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസിനോട് അലർജി ഉള്ള ആൾക്കാരുണ്ട്, കോൾഡ് ക്ലൈമറ്റിനോട് അലർജി ഉണ്ട്, ഡ്രസ് മെറ്റീരിയൽസിനോട് അലർജി ഉണ്ട്, ചില ഫുഡ് മെറ്റീരിയൽസിനോട് അലർജി ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ നമ്മൾ പഠിക്കുന്ന അലർജി എന്താണ്, പോളൻ അലർജി. പോളൻ അലർജി എന്ന് പറഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് എന്ത് കോസ് ചെയ്യും, അലർജി കോസ് ചെയ്യും. അലർജി അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണെങ്കിൽ എക്സാഗ്രേറ്റ് റെസ്പോണ്ട് ടു സർട്ടൻ സബ്സ്റ്റൻസ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ പോളൻ ഗ്രെയിൻസിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, പോളൻ ഗ്രെയിൻസ് ആർ കൺസിഡർ ആസ് ദി അലർജൻസ് എന്ന് പറയും. Allergens. So what is meant by allergens? Any substance that cause allergy, that is called allergens എന്ന് പറയും. ഇപ്പോൾ പോളൻ ഗ്രെയിൻസ് എന്തായിട്ട് മാറാം, അലർജൻസ് ആയിട്ട്. ഇപ്പൊ നമ്മൾ അക്കേഷ്യ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്, നമ്മൾ അക്കേഷ്യ മാഞ്ചിയ എന്നൊക്കെ പറയും, നമ്മുടെ NHന്റെ സൈഡിലൊക്കെ നിൽക്കുന്ന പ്ലാന്റ് ആണ്. അതിൽ നല്ല യെല്ലോ കളറിലുള്ള ഫ്ലവറും ആണ്, ഒപ്പം തന്നെ ഭയങ്കരമായിട്ട് ആ ഫ്ലവറും പോളൻ ഗ്രെയിൻസ് ഒക്കെ അലർജിയാണ്. അപ്പൊ നമുക്ക് എന്താണ് പോളൻ അലർജി എന്ന് പറഞ്ഞാൽ, പോളൻ ഗ്രെയിൻസ് ഓഫ് സർട്ടൻ പ്ലാന്റ്സ് ദാറ്റ് കോസ് അലർജിക് റെസ്പോൺസ്. എന്ത് ഈ അലർജിക് റെസ്പോൺസ്, ചില ആൾക്കാർക്ക് ഇപ്പോൾ അലർജിയുള്ള ആൾക്കാർക്ക് അറിയാം, ചിലപ്പോൾ കണ്ണിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് കണ്ണുനീരൊക്കെ വരും, അതുപോലെ തന്നെ ചിലപ്പോൾ കണ്ടിന്യൂസ് സ്നീസിങ് വരും, ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കഫ് വരും, അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ബാക്കി റെസ്പിറേറ്ററി പ്രോബ്ലംസ് വരും, അതൊക്കെ വരും. അപ്പൊ നമുക്ക് ഈ പോളൻ അലർജി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്, പോളൻ ഗ്രെയിൻസ് ഓഫ് certain plants, pollen grains of certain plants cause allergic response.
അലർജിക് റെസ്പോൺസസ് ലൈക്ക് എന്തൊക്കെ അലർജിക് റെസ്പോൺസ് വരാം? ചിലപ്പോൾ നമുക്ക് കൂടുതലായിട്ട് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആണ്. ഇപ്പോൾ നമ്മുടെ ലങ്സിലേക്കൊക്കെ, കാരണം വെച്ചാൽ ഈ അലർജി നമ്മുടെ ഈ പോളൻ ഗ്രെയിൻസ് ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് നമ്മളിപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ നന്നായിട്ട് നമ്മളൊന്ന് സ്മെല്ല് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും? ഈ പോളൻ ഗ്രെയിൻസ് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്കിലേക്ക് പോകും. അപ്പൊ നമുക്ക് എന്താണ് ഈ പോളൻ ഗ്രെയിൻസ് ചില പ്ലാന്റ്സിന് എന്ത് ചെയ്യും? ചില പ്ലാന്റ്സിന്റെ, എല്ലാ പ്ലാന്റ്സിന്റെ ഒന്നുമില്ല, അലർജിക് റെസ്പോൺസ് കോസ് ചെയ്യും. അപ്പൊ അലർജിക് റെസ്പോൺസിന്റെ സിംറ്റംസ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആണ്. റെസ്പിറേറ്ററി പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ എന്ത് വരാം? നമുക്ക് കഫിങ്ങോ സ്നീസിങ് പ്രോബ്ലംസോ, അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആസ്മ പോലെയുള്ള ബ്രീത്ത് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അതാണ് നമ്മൾ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ലൈക്ക് റെസ്പിറേറ്ററി പ്രോബ്ലംസ്. അപ്പൊ റെസ്പിറേറ്ററി പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഏത് വേണമെങ്കിലും വരാം. നമുക്ക് കഫ് വരാം, അല്ലെങ്കിൽ സ്നീസിങ് വരാം, അല്ലെങ്കിൽ നമുക്ക് ആസ്മ പോലുള്ള ഡിസോർഡേഴ്സ് വരാം. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളൻ അലർജി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ അക്കേഷ്യ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം പോളൻ അലർജി കോസ് ചെയ്യുന്നത്. അക്കേഷ്യയുടെ ഫ്ലവർ അടക്കം അലർജി കോസ് ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ നമുക്ക് ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് പാർത്തീനിയം എന്ന് പറയും. പാർത്തീനിയം അല്ലെങ്കിൽ അതിനെ പറയുന്ന വേറൊരു പേരാണ്, കോമൺ നെയിം ആണ്, ക്യാരറ്റ് ഗ്രാസ് എന്ന് പറയും. ഇതാണ് നമ്മൾ പാർത്തീനിയത്തിന്റെ ഡയഗ്രാം. അപ്പൊ പാർത്തീനിയം അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രാസ്. അപ്പോൾ ഇത് ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. പാർത്തീനിയം അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രാസ് ഇത് എന്ത് കോസ് ചെയ്യും? നമുക്ക് അലർജിക് റെസ്പോൺസ് കോസ് ചെയ്യും. അപ്പൊ നമുക്ക് ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, പോളൻ ഗ്രെയിൻസ് എന്താണ്? നമുക്ക് യൂസ്ഫുള്ളും ആണ് ഹാംഫുള്ളും ആണ്, അങ്ങനെ ചോദിക്കാം. അപ്പൊ ഹാംഫുൾ എഫക്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? നമ്മുടെ പോളൻ അലർജി കൊടുക്കാം. യൂസ്ഫുൾ ആണ് നമുക്ക് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പൊ പോളൻ ഗ്രെയിൻസ് നമുക്ക് ഹാംഫുൾ ആവുന്ന കണ്ടീഷൻ, പോളൻ ഗ്രെയിൻസ് കൊണ്ടുള്ള നമുക്കൊരു ഹാംഫുൾ എഫക്ട്സ് ആണ് പോളൻ അലർജി. അപ്പൊ ഇതിനൊക്കെ 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുള്ളൂ. വാട്ട് ഈസ് മെൻ ബൈ പോളൻ അലർജി? അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഓഫ് സർട്ടൻ പ്ലാന്റ്സ് ദാറ്റ് കോസ് അലർജിക് റെസ്പോൺസ്. അതിന്റെ നെയിംസ് കൊടുക്കുക, ഒരു എക്സാമ്പിൾ കൊടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ പോളൻ ഗ്രെയിൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ്? അപ്പൊ നമ്മൾ പോളൻ ഗ്രെയിൻസിന്റെ ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? ഒരു പോളൻ അലർജി പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ടേം ആണ് നമുക്ക് പോളൻ വയബിലിറ്റി ഓൾറെഡി നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വരുന്ന ഒരു ടേം ആണ് നമ്മൾ പോളൻ ഗ്രെയിൻസിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പോളൻ ഗ്രെയിൻസ് സ്റ്റോർ ചെയ്യാം. അതിന് നമ്മൾ പറയുന്ന പേരാണ് നമ്മുടെ ബ്ലഡ് ബാങ്ക് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് പോളൻ ഗ്രെയിൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കാം. പോളൻ ബാങ്ക് എന്ന് പറയും. പോളൻ ബാങ്ക് നമ്മൾ ബ്ലഡ് ബാങ്ക് ഒക്കെ പോലെ പോളൻ ഗ്രെയിൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് പോളൻ ബാങ്ക്. അപ്പൊ പോളൻ ബാങ്ക് എന്ന് വെച്ചാൽ നമ്മൾ പോളൻ ഗ്രെയിൻസിനെ എന്ത് ചെയ്യുവാണ്? ഫർദർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്ക് എന്ത് ഫർദർ ആയിട്ടുള്ള പരിപാടിയാണ്? നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡിൽ എന്തെങ്കിലും വൈഡ് അപ്ലിക്കേഷന് വേണ്ടി പോളൻ ഗ്രെയിൻസിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? സ്റ്റോർ ചെയ്ത് വെക്കുവാണ്. പോളൻ ഗ്രെയിൻസിനെ സ്റ്റോർ ചെയ്യുക. അപ്പൊ സ്റ്റോർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഒരു വെസലിലൊന്നും ഇട്ട് വെച്ച് കഴിഞ്ഞാലൊന്നും പോളൻ ഗ്രെയിൻസ് വയബിൾ ആയിട്ട് നിൽക്കൂല. അത് പെട്ടെന്ന് ഡിസ്ട്രോയ് ചെയ്തു വരും. അപ്പൊ എന്താണ്? ഈ പോളൻ ഗ്രെയിൻസിനെ നമ്മൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ എപ്പോഴും എന്താ കൊടുക്കുക? ക്രയോ പ്രിസർവേഷൻ മെത്തേഡ്സ് ആണ് ഇവിടെ അഡോപ്റ്റ് ചെയ്യുക. ക്രയോ പ്രിസർവേഷൻ. എന്താ ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോ ടെമ്പറേച്ചറിൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഫുഡ് കേടാവാതിരിക്കാൻ വേണ്ടി എടുത്തു വെക്കും. അതേപോലെ നമ്മൾ പോളൻ ഗ്രെയിൻസിനെ ഫ്രിഡ്ജിൽ വെക്കുകയല്ല, വളരെ ലോ ടെമ്പറേച്ചർ പോളൻ ഗ്രെയിൻസിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ടെമ്പറേച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. -196 ഡിഗ്രി സ്റ്റോർ ചെയ്ത് വെക്കണം. ഒപ്പം തന്നെ എന്തിന്റെ പ്രസൻസ് വേണം? ഇൻ പ്രസൻസ് ഓഫ് ലിക്വിഡ് നൈട്രജൻ. ഇൻ പ്രസൻസ് ഓഫ് ലിക്വിഡ് നൈട്രജന്റെ പ്രസൻസിൽ നമ്മുടെ പോളൻ ഗ്രെയിൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്ത് വെക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫർദർ ആയിട്ട് വല്ല അഗ്രികൾച്ചർ പ്രോഗ്രാംസിന് വേണ്ടി. എന്താ അഗ്രികൾച്ചർ പ്രോഗ്രാംസ് ആണെന്ന് പറഞ്ഞുതരാം. അപ്പൊ നോക്കിക്കേ, ഇതാണ് നമ്മൾ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കണ്ടോ? ക്രയോ പ്രിസർവേഷൻ ആണ്. നമ്മളൊരു പർട്ടിക്കുലർ റാക്കില് ടെമ്പറേച്ചർ ആണ് ഇവിടെ ഇമ്പോർട്ടൻസ്, -196 ഡിഗ്രി. അത് മാത്രം പറഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടില്ല. ഇൻ പ്രസൻസ് ഓഫ് ലിക്വിഡ് നൈട്രജൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പോളൻ ബാങ്ക്. അപ്പൊ പോളൻ ഗ്രെയിൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നെക്സ്റ്റ് ടേം ആണ്
പോളൻ ബാങ്ക്. പോളൻ അലർജി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ നെക്സ്റ്റ് പോളൻ ബാങ്ക്. അപ്പൊ ഏത് പ്ലാന്റ്സിന്റെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ പോളൻ ഗ്രെയിൻസ് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി എന്താണ് ഈ പോളൻ ബാങ്കിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനാ നമ്മൾ ഈ പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഇത് നമ്മൾ എന്തെങ്കിലും ഒരു ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസിന് വേണ്ടി, ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസ്, ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസ്. എന്താ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ ക്രോപ്സുകൾ നമുക്ക് മാനുഫാക്ചർ ചെയ്ത് എക്സിസ്റ്റിംഗ് ക്രോപ്പിന് എന്താണ് അതിനെ ഒന്നും കൂടി ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ആക്കി മാറ്റുക. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിലൊരു നേറ്റീവ് ആയിട്ടുള്ള ഒരു റൈസോ വീറ്റോ എന്തെങ്കിലും വെറൈറ്റി ഉണ്ട്, അതിന് നല്ല ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷെ എന്തായിരിക്കും ഈൽഡ് കുറവാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും ഒരു ഫോറിൻ വെറൈറ്റി അല്ലെങ്കിൽ ഒരു എക്സോട്ടിക് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല വേറൊരു വെറൈറ്റിന്ന് എന്ത് ചെയ്യാം, പോളൻ ഗ്രെയിൻസ് എടുത്ത് വന്നിട്ട് ഇതിൽ കൊണ്ട് ഡിസ്പേഴ്സ് ചെയ്ത് വെക്കാം. അപ്പൊ എന്താ ഉണ്ടാവുക, രണ്ട് പ്ലാന്റ്സിന്റെയും ക്യാരക്ടേഴ്സ് ഉള്ള ഒരു പുതിയ ജനറേഷൻ അവിടെ ഫോം ചെയ്യും. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, അതെന്ന് വെച്ചാൽ പോളൻ ഗ്രെയിൻസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പുതിയ പുതിയ ക്രോപ്സ്, പുതിയ വെറൈറ്റീസ് ഓഫ് ക്രോപ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ വെറൈറ്റീസ് ഓഫ് ക്രോപ്പ്, ന്യൂ വെറൈറ്റീസ് ഓഫ് ക്രോപ്പിനെ മാനുഫാക്ചർ. അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ ക്രോസ് ബ്രീഡിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ ക്രോസ് ഹൈബ്രിഡൈസേഷൻ.